മെയ് 4-ാം തീയതി നടക്കുന്ന വോട്ടെണ്ണലോടുകൂടി കേരളത്തിൽ പിണറായി വിജയൻ്റെ ഒരു പതിറ്റാണ്ട് കാലത്തെ ഭരണം അവസാനിച്ച് UDF അധികാരത്തിൽ വരുമെന്ന് ഒട്ടുമിക്ക എല്ലാവരും തന്നെ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. CPMകാർക്ക് പോലും ഒരു സംശയമില്ലാത്ത കാര്യമായി അത് മാറിയിരിക്കുന്നുവെന്നുള്ളതാണ് സത്യം. അങ്ങനെ വരുമ്പോൾ ഈ ഭരണമാറ്റത്തിന് കാരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പിണറായി വിജയൻ നടത്തിയെന്ന് പറയുന്നതും അദ്ദേഹം പ്രതിപ്പട്ടികയിൽ വരാവുന്ന ചില സംഭവങ്ങളാണ്. അതായിരിക്കും UDF പ്രത്യേകിച്ച് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നോട്ടമിട്ട് വച്ചിരിക്കുന്നത്. പിണറായി ഭരണത്തിൽ ഇത്രയും വലിയ പീഡനവും അതുപോലെ തന്നെ അക്രമവും നേരിട്ട യൂത്ത് കോൺഗ്രസ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഭരണം കിട്ടിയാൽ ഉടനെ പിണറായിക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കണമെന്നുള്ളതാണ്. അതുപ്രകാരം ഭരണം ലഭിച്ച ഒരു മാസത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ പ്രധാനപ്പെട്ട 2 കേസുകൾ ആദ്യം അന്വേഷിക്കുമെന്നാണ് അറിയുന്നത്. രണ്ടും കേരളത്തിൻ്റെ വൈകാരിക വിഷയങ്ങളാണ്. അതിലൊന്ന് ശബരിമലയും മറ്റൊന്ന് വയനാട്ടിലെ ടൗൺഷിപ്പിൽ നടന്ന അഴിമതിയുമാണ്. അതായത് ശബരിമല കേസ് പുനരന്വേഷിക്കുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഒന്നാമതാക്കാൻ കാരണം കോൺഗ്രസിൻ്റെ എല്ലാമായ നേതാവ് സോണിയാഗാന്ധിയെ മോഷ്ടാവിനൊപ്പം നിർത്തി CPMകാർ അപമാനിച്ച ഒരു സംഭവമാണ് ശബരിമല. പലരും സോണിയാഗാന്ധിയെ കള്ളക്കടത്തുകാരിയായും മോഷ്ടാവായും ഒക്കെ പ്രസംഗിച്ച് നടന്നു. അതുകൊണ്ട് സത്യമറിയുന്നതോടൊപ്പം തന്നെ ഈ കള്ളപ്രചരണം നടത്തിയവരെയും അതിന് നേതൃത്വം നൽകിയവരെയും യഥാർത്ഥ മോഷ്ടാക്കളെയും പിടിച്ച് പൂർണ്ണസമയം അകത്തിടാനാണ് UDFൻ്റെ ആദ്യ നീക്കം. ഇപ്പോൾ നടന്ന അന്വേഷണം നമുക്കറിയാം. SIT എന്ന ഏറ്റവും വലിയ തട്ടിപ്പുകാരും അവർക്കെല്ലാ സഹായവും ചെയ്തു കൊടുത്ത കോടതിയിലെ ദേവസ്വം ബെഞ്ചുമാണ്. അതൊക്കെ നല്ലവണ്ണം ക്രമീകരിച്ചുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രതികളെ പൊക്കുന്നതായിരിക്കും UDF സർക്കാർ വന്നാൽ മാസത്തിനുള്ളിൽ ആദ്യം ചെയ്യുന്നത് എന്ന് വ്യക്തമാവുകയാണ്. അത് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ സൂചന നൽകുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ കടകംപള്ളി, അതായത് മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനും A പത്മകുമാറും N വാസുവും ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രശാന്തുമൊക്കെ പ്രതികളായി അകത്തും പുറത്തുമൊക്കെ നിൽക്കുമ്പോൾ അതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയാമെങ്കിലും അതും വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരൊന്നുമല്ല മലയാളികൾ. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ വരെ പ്രതിക്കൂട്ടിൽ നിർത്തി തന്നെയായിരിക്കും ഈ കേസ് UDFന് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുറപ്പായി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് വയനാട്ടിലെ ടൗൺഷിപ്പും. ശബരിമല പോലെ തന്നെ വൈകാരികമാണ് വയനാടും. കാരണം ശബരിമല ജനകോടികളുടെ ആരാധന കേന്ദ്രത്തെയാണ് കൊള്ളയടിച്ചത് എങ്കിൽ വയനാട്ടിലെല്ലാം നഷ്ടപ്പെട്ട് അനാഥരായവരുടെ പേരിൽ കൊള്ള നടന്നു എന്നത് പറയേണ്ടി വരും. CPMകാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രശ്നമുണ്ടായത് കോൺഗ്രസ്സുകാർ വീട് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. കോൺഗ്രസ്സുകാർ എന്നല്ല, ഏതൊരു സംഘടനയായാലും അവരുടെ നല്ല മനസ്സുകൊണ്ട് സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുണ്യകർമ്മം തന്നെയാണ്. അല്ലാതെ അവർ വീട് വെച്ച് കൊടുക്കുക തന്നെ വേണം എന്ന് നിർബന്ധിക്കാനുള്ള വകുപ്പൊന്നും ഇവിടെയില്ല. പക്ഷെ സർക്കാർ അങ്ങനെയല്ല. അത് പിണറായി വിജയൻ സ്വന്തം കീശയിൽ നിന്നോ CPMൽ നിന്നോ എടുത്തു കൊടുക്കുന്നതല്ല. ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ രാജ്യത്തിന് അകത്തും പുറത്തു നിന്നുമൊക്കെ അകമഴിഞ്ഞ് സഹായിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്. അങ്ങനെയുള്ള പണമാണത്. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ തന്നെ 20 കോടി കൊടുത്തു എന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് കൊടുത്തത്. അങ്ങനെ എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചൊരു ഫണ്ടാണ് 750 കോടി രൂപ. അതാണ് ടൗൺഷിപ്പായി ഇപ്പോൾ ആഘോഷിക്കുന്നതിൽ പ്രധാനം. അതിൽ കൊടുത്ത 400 വീടുകൾക്ക് 20 ലക്ഷം രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 80 കോടി രൂപ മാത്രമേ ആകുന്നുള്ളൂ. സ്ഥലമെടുപ്പിനും അതിനോടനുബന്ധിച്ച് പൂങ്കാവനം ഉണ്ടാക്കുന്നതിനും എല്ലാം ചേർത്താൽ തന്നെ 150 കോടി രൂപയിൽ നിൽക്കുമെന്നാണ് പറയുന്നത്. അത് ഊരാളുങ്കലിന് കൊടുത്തത് 300 കോടിക്കടുത്ത് 299 കോടി രൂപയ്ക്കാണ് എന്ന് പറയുന്നു. അതും ടെൻഡറില്ലാതെ. അതിൻ്റെ കമ്മീഷൻ ആരൊക്കെ എടുത്തു എന്നുള്ളത് ഇനി അറിയാൻ കിടക്കുന്നു. ഇതെല്ലാം പറയേണ്ടി വരും. ബാക്കി തുക എന്ത് ചെയ്തു എന്ന ചോദ്യം വരും. പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള റോഡരികിൽ വെച്ചിട്ടുള്ള പിണറായി വിജയൻ്റെ ലക്ഷക്കണക്കിന് ഫ്ലെക്സ് ബോർഡുകൾ, അതിനെല്ലാം തട്ടിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ അത് പരിശോധിക്കപ്പെടും. അതുവഴി ആരെല്ലാം കമ്മീഷൻ പറ്റിയെന്ന് കണ്ടെത്തും. ഒപ്പം ടൗൺഷിപ്പിലെ വീടുകൾക്ക് താമസത്തിന് മുന്നേ തന്നെ വന്നിരിക്കുന്ന ചോർച്ച, ഇതെല്ലാം കൂടിയാകുമ്പോൾ പാവങ്ങളെ പറ്റിച്ച കഥ അത് UDF അന്വേഷിച്ചാൽ അതോടെ പിണറായി വിജയൻ്റെ കാര്യത്തിൽ തീരുമാനമാകും എന്നുറപ്പാണ്. അങ്ങനെ മലയാളികളുടെ വൈകാരികമായ 2 പ്രശ്നങ്ങളിൽ 2 വിഷയങ്ങളിൽ
ഇത്രയും വലിയ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന കേരളത്തിൻ്റെ ആവശ്യം അത് ആയിരിക്കും UDF അധികാരത്തിലെത്തി ആദ്യമെടുക്കാൻ പോകുന്ന 2 കേസുകൾ. അതും ആദ്യ മാസത്തിൽ തന്നെ എടുക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.